ജീവന്റെ മേൽ അവകാശം പറയുന്ന ചില നുകങ്ങളെ ദൈവം തകർക്കാനായിട്ട് പോവുക. അകാരണമായി ജീവന്റെ മേൽ അവകാശം പറയുന്ന ചില നുകങ്ങളെ ദൈവം തകർക്കാൻ പോവുക. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് വാഗ്ദത്തത്തിന് തടസ്സമായിട്ടുള്ള ചില നുകങ്ങൾ തകരുമെന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മളതാ ചിന്തി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവ ശബ്ദം ജീവന്റെ മേൽ അവകാശം പറയുന്ന. ആമേൻ. നിങ്ങളുടെ ജീവന്റെ മേൽ ഏതെങ്കിലും അവകാശങ്ങളുണ്ടോ? പിശാചിന്റെ മാനുഷികമായിട്ടുള്ള അതിനെ ദൈവം തകർക്കാൻ പോവാം. വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കും. സ്തോത്രം. നാളെ ശ്രദ്ധിക്കണം ദൈവ പൈതലേ. എപ്പോഴും പിശാച് എന്നെ നിങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്നത് നാളകൾ പറഞ്ഞുകൊണ്ടാണ്. നാളെ കുഞ്ഞിൻ്റെ കാര്യം നാളെ, ഹസ്ബൻഡിൻ്റെ കാര്യം നാളെ, വൈഫിൻ്റെ കാര്യം നാളകളിലെ ചില ചിന്തകൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അതൊരു നുകമാക്കി, ജീവൻ്റെ മേൽ ഉൾപ്പെടെ ഒരു നുകമാക്കി പിശാച് വാദിക്കുമ്പോൾ, ഞാൻ ആത്മനിയോഗത്തോടുകൂടെ മോർണിംഗ് മന്ന സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. ആമേൻ. ഇന്ന് കർത്താവ് ചിലത് ചെയ്യാൻ പോവാ. 2-3 വചനം ഞാൻ പറയാം, ആവർത്തിച്ചോണം നിങ്ങൾ എന്നോട് ചേർന്ന്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. യഹോവ ഇന്ന് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി ഒരു നാളും കാണുകയില്ല. ആമേൻ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിൽ മസാ നാളിനെ പോലെ അവനെ പരീക്ഷിക്കരുത്. ഇന്ന് നിന്റെ സമാധാനത്തിനായിട്ടുള്ള ആ കാര്യം നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സമാധാനത്തിനായിട്ടുള്ളത്. യെസ്, ഇന്ന്. ആമേൻ. വിശ്വസിക്കണം കേട്ടോ. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്തോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്ന പദം പറയട്ടെ, ഇന്ന് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ എനിക്ക് താ. ഇന്ന് ജീവിപ്പാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് താ. അങ്ങനെ ഒന്ന് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകരുത്. ഒരു 5 മിനിറ്റ് ശാന്തമായിട്ട് അങ്ങ് ഇരിക്കണം. കർത്താവ് തൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കും കേട്ടോ. ആ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ശക്തനായ അഭിഷക്തനായ ഏലിയാവ്, ആകാശമടച്ച മനുഷ്യൻ, കൊച്ചിനെ ജീവിപ്പിച്ച മനുഷ്യൻ, മഴ പെയ്യിപ്പിച്ച മനുഷ്യൻ, തീ ഇറക്കിയ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇപ്പോൾ എന്തുവാ? മതി കർത്താവെന്ന് പറയുക. എന്താ കാരണം? തൻ്റെ ജീവന്റെ മേൽ ഒരു നുകം കടന്നു വന്നു. ഈസബേൽ എന്ന് പറഞ്ഞ നുകം ഭയങ്കരമാട്ടോ. ആമേൻ. പക്ഷേ എത്ര വലിയ ഈസബേലിൻ്റെ മുകളിലാ എൻ്റെ യേശുവിൻ്റെ കരം. വിശ്വസിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ നുകത്തിൻ്റെ മുകളിലാണ്. ആമേൻ. മതി കർത്താവേ, എൻ്റെ ജീവനെ എടുക്കണേന്ന് പറഞ്ഞപ്പോൾ എന്താ ദൈവം ചെയ്തേ? സ്വർഗത്തിലെ ചിലത് വിലപ്പെട്ടത് കൊണ്ടുവന്ന് ഏലിയാവിന് കൊടുക്കുക. എഴുന്നേറ്റ് തിന്ന്, എഴുന്നേറ്റ് കുടിക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നിന്റെ ജീവൻ അവകാശം പറയുന്ന നുകത്തിൻ്റെ പുറത്ത് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവാം. ആമേൻ. ഇതൊരു ദൂതാട്ടോ. കാരണം ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. മൊർദെഖായിയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. യോനയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. പത്രോസിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കണം. സ്വർഗത്തിലെ ദൈവം ചെയ്തത് കണ്ടോ? ഈസബേലിലെ വ്യാപാരങ്ങളെ പരിധിക്ക് വെളിക്കൊണ്ടുവന്ന് അവൻ്റെ മേൽ കെട്ടിയ നുകത്തെ സ്വർഗം തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഈസബേലിനെ തകർക്കാനുള്ളവനെ അഭിഷേകം ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഏലിയാവിനെ ദൈവം ഒരുക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവന്റെ മേൽ അവകാശം പറഞ്ഞ ചില നുകങ്ങൾ സ്വർഗം തകർക്കാൻ പോവാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദൂത് നീ ഞങ്ങൾക്ക് തന്നു, നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് തന്നു. വളരെ പവർഫുള്ളായിട്ടുള്ള ഈ മെസ്സേജിനകത്തു നിന്നുള്ള ദൈവശബ്ദം ഞങ്ങളുടെ മക്കളെ കേൾക്കട്ടെ. ആ ദൂതിന് മുമ്പിൽ അവർ തന്നെ വിധേയപ്പെടുത്തട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേ. ഗോഡ് ബ്ലസ് യു. ജീവന്റെ മേലുള്ള മുഖം തകരുന്നു. ആമേ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.